ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ആനിമി ഫ്രണ്ട് മലയാളം യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന anime name Do-Over Damsel Conquers the Dragon ലെറ്റ്സ് എക്സ്പ്ലെയിൻ. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹീറോയിൻ നമ്മുടെ ഹീറോയോട് പറയുകയാണ്, ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യുകയില്ല, അത് മാത്രമല്ല നിങ്ങളെ ജീവിതകാലം മുഴുവൻ ഞാൻ ഹാപ്പിയാക്കി വെക്കും. ഹീറോ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നീ എൻ്റെ ഭാര്യയാകാൻ സമ്മതിക്കുന്നുവോ? ഹീറോയിൻ പറഞ്ഞു, നമ്മുടെ മാരേജിന് ഞാൻ സമ്മതിക്കുന്നു, എന്നാൽ എനിക്ക് ചെറിയ വയസ്സായതുകൊണ്ട് നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചു എന്ന വിവരം പുറത്താരോടും പറയരുത്. ഇത് കേട്ട് സന്തോഷപ്പെട്ട ഹീറോയിനെ കെട്ടിപ്പിടിക്കുന്നു. അതിനുശേഷം ഹീറോ പറയുന്നു, എനിക്ക് ലവിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ല, എങ്കിലും നിന്നെ ഞാൻ വളരെയധികം ലവ് ചെയ്യുന്നു. അതിനുശേഷം ഹീറോയിനെ താഴെ ഇറക്കി അവളുടെ കയ്യിൽ ചുംബിക്കുന്നു. അതിനുശേഷം ഹീറോ റേവിനോട് പറയുന്നു, എന്റെ ഭാര്യയെ ആശീർവദിക്കുക. റേവ് ആശീർവദിക്കുമ്പോൾ അവളുടെ കയ്യിലേക്ക് ഒരു മോതിരം വരുന്നു. ഹീറോയിൻ ചോദിക്കുന്നു, ഈ മോതിരം എന്താണ്? ഹീറോ പറഞ്ഞു, ഇത് ബ്ലസ് ചെയ്യപ്പെട്ട് കിട്ടിയ മോതിരമാണ്, ഇത് കളഞ്ഞു പോകുമെന്ന് ഓർത്ത് നീ വിഷമിക്കേണ്ട, നീ എന്റെ ഭാര്യയായിരിക്കുന്നിടത്തോളം കാലം ഈ മോതിരം നിന്റെ കയ്യിൽ തന്നെ കാണും. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷിപ്പിനെ ആരോ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ അവർ ടെലിപ്പോർട്ടായി ഷിപ്പിന്റെ മുകളിലേക്ക് വരുന്നു. പെട്ടെന്ന് തന്നെ ഹീറോയ്ക്ക് വയ്യെന്നാകുന്നു. ഹീറോ റേവിന്റെ അടുത്ത് പറയുന്നു, ഹീറോനെ കുട്ടി എത്രയും പെട്ടെന്ന് ഹാർബറിലേക്ക് പോവുക, നിങ്ങളെ അവിടെ ഒറ്റയ്ക്കാക്കി എനിക്ക് പോകുവാൻ സാധിക്കില്ല, ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകിയിട്ടുണ്ട്, നിങ്ങളെ എപ്പോഴും ഞാൻ സന്തോഷമാക്കി വെക്കുമെന്ന്. ഹീറോയിൻ അവളെ പവർ ഉപയോഗിച്ച് ആ ഷിപ്പിനെ മുകളിലേക്ക് എറിയുന്നു. ആ ഷിപ്പിനെ അറ്റാക്ക് ചെയ്യാമെന്ന ക്യാനൻ ബോൾസിനെ അവൾ ഇടിച്ച് തകർക്കുന്നു. അവൾ വിചാരിക്കുന്നു, ഹീറോ അവന്റെ ജീവൻ പോലും വേണ്ടെന്ന് വെച്ച് എന്നെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു, ഇത് തന്നെ ഒരു കാരണമല്ലേ ഞാൻ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ. കട്ട് ചെയ്താൽ അവർ ഹാർബറിലേക്ക് വന്നു ചേരുന്നു. സോൾജിയേഴ്സ് ഇവിടെ വരിക. ഹേഡിസ് ഇതാ മയങ്ങി കിടക്കുന്നു. ഹീറോയിനെ സോൾജിയേഴ്സ് കൊണ്ടുപോകുന്നു. ഹീറോയിൻ റേവുമായി സംസാരിക്കുന്നു. റേവ് പറയുന്നു, ഹീറോയിൻ ചോദിച്ചു, എന്തിനാണ് അവർ എന്നെ പറ്റി അങ്ങനെ ചിന്തിക്കുന്നത്? റേവ് ഒരു സോൾജിയറിന് ചുറ്റും പറക്കുവാൻ തുടങ്ങി. അയാൾക്ക് റേവിനെ കാണാൻ സാധിച്ചില്ല. ഇപ്പോഴാണ് ഹീറോയിന് റേവ് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായത്. ഹീറോയിൻ അവിടെയുള്ള ഒരു ബോർഡ് നോക്കി അത് വായിക്കുവാൻ ശ്രമിക്കുന്നു. റേവ് ചോദിക്കുന്നു, ആം എന്ന് പറയുന്നു. അവൾ ചിന്തിക്കുന്നു, ഭാവിയിൽ അവിടെ കൊലയും ആത്മഹത്യയുമെല്ലാം നടക്കുന്നതാണ്. ഹീറോയിൻ സോൾജിയേഴ്സിന്റെ അടുത്ത് ഒരു പെൺകുട്ടി സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നു. ആ പെൺകുട്ടിയുടെ പേര് സ്പിയർ എന്നാണ്. റേവ് ആ പെൺകുട്ടിയെ പറ്റി പറയുവാൻ തുടങ്ങി. റേവ് പറയുന്നു, നിന്റെ പ്രണയത്തിൽ ഇവളും ഒരു മത്സരാർത്ഥി എന്നിന്റെ ഒപ്പം കാണും. ഹേഡിസിനെ ഇവളും ലവ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇവളാണ് ഈ നാട്ടിലെ ഫാദറിന്റെ മകൾ. ഇവളെ ഹേഡിസിന്റെ ഫിയാൻസി എന്ന് വേണമെങ്കിലും പറയാം. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് സ്പിയർ വരുന്നു. സ്പിയർ ചോദിക്കുന്നു, നീയാണോ ഹൈഡിസ് കൂട്ടിക്കൊണ്ടുവന്ന ആ പെൺകുട്ടി? നീ വളരെ ചെറിയ കുട്ടിയാണല്ലോ, നിനക്ക് ഹൈഡിസിനെ എന്റെ അടുത്ത് നിന്ന് പിരിക്കാൻ സാധിക്കില്ല, കള്ളപ്പൂച്ച്. ഇത് പറഞ്ഞ് അവൾ വേഗം പോകുന്നു. ഹീറോയിൻ തന്നെ കള്ളപ്പൂച്ച എന്ന് വിളിച്ചതിലോർത്ത് വിഷമിക്കുന്നു. കട്ട് ചെയ്താൽ ഹീറോയിൻ ഒരു ഇരുട്ടുമുറിയിലിരുന്ന് ആലോചിക്കുകയാണ് ആ സ്ഥലത്തെ പറ്റി. അവിടെയാണ് വിരുന്നുകാർക്ക് വിരുന്ന് കൊടുക്കുന്നത്. ഹെയ്ഡിസ് സ്പിയറിനെ വിവാഹം ചെയ്യുകയില്ല എന്ന് പറഞ്ഞ ശേഷം അവൾ ബർബഹ എന്ന ആ സ്ഥലത്ത് പോവുകയും അവിടെ താമസിക്കുന്നവരെ എല്ലാവരെയും കൊന്നിട്ട് ആ സ്ഥലത്തിനെ തീയിടുകയും അതിനുശേഷം അവൾ സൂയിസൈഡ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ അവളെ കണ്ടാൽ അങ്ങനെ തോന്നുന്നുമില്ല. ഇതിന് പിന്നിൽ എന്തോ വലിയ കാരണമുണ്ട്. എന്നാൽ ഇപ്രാവശ്യം ഞാൻ എനിക്ക് പ്രിയപ്പെട്ടവരെ ആരെയും മരണത്തിന് വിട്ടുകൊടുക്കുകയില്ല. അവൾ ആരോ രണ്ടുപേരെ ആലോചിച്ച് വിഷമിക്കുന്നു. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് റേവ് വരുന്നു. അവൾ ചോദിക്കുന്നു, ഹീറോയ്ക്ക് എങ്ങനെയുണ്ട്? അവനിപ്പോൾ കുഴപ്പമില്ല, അവൻ എഴുന്നേറ്റപ്പോൾ തന്നെ പേടിച്ചത് നീയും സ്പിയറും തമ്മിൽ സംസാരിച്ചതാണ്. പെട്ടെന്ന് പുറത്തൊരു ശബ്ദം കേൾക്കുന്നു. നോക്കുമ്പോൾ ഹീറോയിന് വേണ്ടി ഒരു ഡിഷ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. നിങ്ങളോടുള്ള എന്റെ ലവിന്റെ അടയാളമാണ് ഈ ഡിഷ്. ഹീറോയിൻ കഴിക്കുവേല എന്ന് പറയുന്നുണ്ടെങ്കിലും ഹീറോ അവളെ കൺവിൻസ് ചെയ്ത് കഴിപ്പിക്കുന്നു. ഹീറോ പറയുന്നു, നിങ്ങളിത് കഴിച്ച സ്ഥിതിക്ക് എന്നെ തീർച്ചയായും ലവ് ചെയ്യും. ഹീറോയുടെ മുഖത്ത് ആനന്ദിച്ചു. അവൾ പറഞ്ഞു, ഇപ്പോഴും നീ അന്ധവിശ്വാസം വിശ്വസിക്കുന്നുമോ? നീ ഇപ്പോൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? അത് മറ്റൊന്നും കൊണ്ട് തന്നെയല്ല, നിങ്ങളെ കാണാതെ എനിക്ക് ഇരിക്കാൻ സാധിക്കുന്നില്ല, അതിനാൽ നിങ്ങളെ കാണുവാൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ജയിലിൽ എന്ന പോലെ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതിനാൽ നിങ്ങൾക്കൊരു വിരുന്ന് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തു പറ്റി? മാർക്ക് ബൈസിനെ നിങ്ങൾ വിശ്വസിക്കരുത്, അവൻ ചിലപ്പോൾ നിങ്ങളെ ചതിക്കും. അപ്പോൾ റേവ് പറയുന്നു, അതെ, നമ്മൾ ഷിപ്പിൽ പൊക്കോണ്ടിരുന്നപ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്തത് മാർക്ക് ബൈസ് ആണ്. ഹീറോ പറയുന്നു, അവനെങ്കിൽ എത്ര ധൈര്യം കാണും ഒരു ശപിക്കപ്പെട്ട ചക്രവർത്തിയെ ആക്രമിക്കുവാൻ മാത്രം. ഹീറോയിൻ ഫ്യൂച്ചർ ആലോചിച്ച് നോക്കുന്നു. അതിനുശേഷം ഹീറോയോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ശപിക്കപ്പെട്ട ഒരു ചക്രവർത്തി എന്ന് പേര് വന്നത്? ഹീറോ പാസിനെ കുറിച്ച് പറയുവാൻ തുടങ്ങുന്നു. ഇവയുടെ എല്ലാം ആരംഭം എനിക്ക് റേവിനെ കാണുവാൻ സാധിച്ചപ്പോൾ മുതൽ ഞാനിത് എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അവർ എല്ലാവരും എന്നെ ഒരു മോൺസ്റ്ററായി കണക്കാക്കി. എന്റെ ഓരോ ജന്മദിനത്തിലും ഓരോ രാജാക്കന്മാരായി മരിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ആ സിംഹാസനത്തിൽ എന്റെ അച്ഛൻ എന്നെ പിടിച്ചിരുത്തി.
എന്റെ കിരീടധാരണത്തിന്റെ അന്ന് എന്റെ അമ്മ സ്വയം ആത്മഹത്യ ചെയ്തു. അതിൽ പിന്നെ എന്നെ ശപിക്കപ്പെട്ടവനെന്ന് എല്ലാവരും വിളിക്കുവാൻ തുടങ്ങി. അതൊക്കെ ഇരിക്കട്ടെ, നീ ഇതിനെക്കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കേണ്ട. തന്നിൽ നിന്ന് അവൻ എന്തോ മറച്ചു വെക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. അതല്ല പിന്നെ നോക്കാം. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കളാണ്. അതിനാൽ നിങ്ങൾ നേരിട്ട് കൊട്ടാരത്തിലേക്ക് ചെല്ലുക. ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ഹീറോ പറഞ്ഞു, ഇതൊക്കെ വളരെ ആപത്തുള്ള കാര്യമാണ്. ഹീറോയും പറഞ്ഞു, ഞാൻ നിങ്ങളെ ഭാര്യയില്ലേ, ഇതൊക്കെ എനിക്ക് വിട്ടേക്ക്. ഇത് കേട്ടപ്പോൾ തന്നെ ഹീറോ മയങ്ങി വരുന്നു. എന്തു പറ്റിയാണ് ഹീറോയും ചോദിക്കുന്നു. ഹീറോ പറഞ്ഞു, ഒന്നും തന്നെയില്ല, എന്റെ ഹാർട്ട് ബീറ്റ് ഒന്ന് കൂടിയതാണ്. ഹീറോയും പറയുന്നു, നിങ്ങൾ വളരെയധികം കെയർലെസ് ആണ്. നിങ്ങളെ മേളിൽ എപ്പോഴും എന്റെ കണ്ണുണ്ടായിരിക്കും. ഹീറോ അവിടെ നാണിച്ച് മയങ്ങി വരുന്നു. ഹീറോയിൻ എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് കരയുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ ഹീറോയിൻ തന്റെ പ്ലാൻ അനുസരിച്ച് പുറത്തിറങ്ങി. പുറത്തുനിന്നും സ്പിയറിന്റെ ശബ്ദം കേൾക്കുന്നു. അവിടെ നോക്കിയാൽ സ്പിയർ ആണെങ്കിൽ അവിടെയുള്ള പുരോഹിതനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പിയർ പറയുന്നു, അദ്ദേഹം എന്റെ വയസ്സ് കൂടുതൽ ആണെന്ന് പറഞ്ഞാണ് എന്നെ റിജക്ട് ചെയ്തത്. 14 വയസ്സിന് അടുത്തുണ്ടെങ്കിൽ മാത്രമേ എന്നെ അദ്ദേഹം വിവാഹം കഴിക്കുകയുള്ളൂ. അത് എന്റെ തെറ്റാണോ? ഹീറോയിൻ ആലോചിക്കുന്നു. 14 വയസ്സിൽ താഴെയാണെങ്കിൽ മാത്രമേ അവൻ വിവാഹം കഴിക്കുകയുള്ളൂ. ഇതിനെപ്പറ്റി നമുക്ക് പിന്നീട് ഹേഡിസിനോട് സംസാരിക്കാം. അടുത്ത സീനിൽ 2 സോൾജേഴ്സ് പറയുകയാണ്, ഇതുവരെ നമുക്ക് സിഗ്നൽ ലഭിച്ചിട്ടില്ല, അതുവരെ നമ്മൾ ഒന്നും ചെയ്യേണ്ട. ഇത് കേട്ട ഹീറോയിൻ ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. പെട്ടെന്ന് തന്നെ അവർ ഉള്ളിൽ കയറി സ്പിയറിനെ ബന്ദിയാക്കുന്നു. സ്പിയറിന്റെ നിലവിളി കേട്ട് നമ്മൾ ഉള്ളിൽ പോയി അവളെ രക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു. എന്നാലും അവൾ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നു. അടുത്ത സീനിൽ ഹീറോയിനെ കാണുവാനായി മാർക്ക് ബൈസ് എത്തുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ ഉള്ളിൽ കൊണ്ടുവന്ന ആ കുഞ്ഞു കൊച്ചിത് ആളുകളാണ് എന്റെ മകളെ തട്ടിക്കൊണ്ടുപോയത്. അതുകൊണ്ട് എനിക്കൊരു ടീമിനെ വേണം അവളെ രക്ഷിക്കുന്നതിന്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ടീമിനെ അറേഞ്ച് ചെയ്യാം എന്ന് ഹീറോ പറയുന്നു. പക്ഷേ എന്റെ വൈഫിന് ഇതിൽ പങ്കാളിത്തം ഇല്ലെങ്കിൽ അതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും. നിങ്ങൾ പറയുന്നത് ശരി തന്നെ. എന്നാൽ എന്റെ മകൾ അവിടെ മരിച്ചു കിടക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് പകരം എനിക്ക് എന്ത് തരുമെന്ന് ആലോചിക്കുക. നെക്സ്റ്റ് സീനിൽ ഹീറോയിന്റെയും സ്പിയറിന്റെയും കൈകൾ കെട്ടിയിട്ട് അവരെ ഒരു റൂമിൽ പൂട്ടിയിട്ടിരിക്കുന്നു. എന്നിട്ട് സോൾജേഴ്സ് പോകുന്നു. സ്പിയർ പറയുന്നു, നമ്മളെ രക്ഷിക്കുവാൻ ഹേഡിസ് വരും. ഹീറോയിൻ ചോദിക്കുന്നു, നിങ്ങൾ സ്പിയർ അല്ലേ? നിങ്ങൾ ഈ നാടിന്റെ ചക്രവർത്തിയെ അതിന് മാത്രം വിശ്വസിക്കുന്നുണ്ടോ? സ്പിയർ മറുപടി പറയുന്നു, എന്റെ ചെറുപ്പത്തിൽ എന്റെ അമ്മ മരിച്ചു. അതിനെ തുടർന്ന് എന്റെ അച്ഛൻ 2ാം വിവാഹം കഴിച്ചു. എന്നെ ഓർഫനേജിലാക്കി. ഓർഫനേജിനടുത്ത് എല്ലാ ദിവസവും ഒരു ഡ്രാഗൺ വിശ്രമിക്കുവാൻ വരുമായിരുന്നു. ഞാൻ എല്ലാ ദിവസവും അതിന്റെ ഒപ്പം സംസാരിക്കുവാൻ ശ്രമിക്കുമായിരുന്നു. ഹീറോയിൻ ചോദിക്കുന്നു, നിനക്ക് അതിന്റെ ഭാഷ അറിയാമോ? മുഴുവനായും എന്ന് പറയാൻ സാധിക്കില്ല. അത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നു, അത്രമാത്രം. ഞാൻ ഡെയിലി ഇപ്രകാരം സംസാരിക്കുന്നത് എന്റെ കൂട്ടുകാർ എല്ലാവരും വല്ലാത്ത രീതിയിൽ കണക്കാക്കി. അങ്ങനെ എനിക്ക് ഒരു ദിവസം എനിക്കൊരു ലെറ്റർ വന്നു. അത് ഹേഡിസിന്റെ ആയിരുന്നു. എന്നെ കാണുവാനായിരുന്നു അത്. അവിടെ ചെന്നയുടൻ അദ്ദേഹം എന്നോട് ചോദിച്ചത് അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്നാണ്. പക്ഷെ എനിക്ക് അവിടെ ഒന്നും കാണുവാൻ സാധിച്ചില്ല. അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ എന്റെ അച്ഛൻ വളരെയധികം വഴക്ക് പറഞ്ഞു. കാണാൻ പറ്റും എന്നെങ്കിലും പറയാമായിരുന്നില്ലേ? എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി ചിലവാക്കിയ പൈസയെല്ലാം തിരിച്ചു തരാൻ എന്നോട് ആവശ്യപ്പെട്ടു. അതിനുശേഷം എന്നെ ഹേഡിസ് ആണ് കാത്തു പരിപാലിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെ ഞാൻ അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ 14 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയാണ് തേടുന്നത് എന്ന് പറഞ്ഞ് എന്റെ പ്രപ്പോസൽ റിജക്ട് ചെയ്തു. ഇതൊരു സാധാരണ കള്ള കാരണമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ അദ്ദേഹം എവിടുന്ന് ഒരു പെൺകുട്ടിയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. വിചാരിക്കുന്നു എനിക്ക് ഇവളെ സഹായിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്ത് എല്ലാ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് മാർക്ക് ബൈസ് ഒരു കള്ളൻ ആണെന്ന് തെളിയിക്കണം. ഇവർ സംസാരിക്കുമ്പോൾ തന്നെ സോൾജേഴ്സ് ഉള്ളിലേക്ക് 2 പേരെ വലിച്ചെറിയുന്നു. ഉള്ളിലേക്ക് വന്നവർ തമ്മിൽ അടിച്ചുകൊണ്ടിരുന്നു. ഹീറോയിൻ അവരെ നോക്കുന്നു. ഹീറോയിൻ അവരുടെ പേര് വിളിക്കുന്നു, സിക് കമീല. അത് കേട്ട സിക്ക് കമീലയോട് ചോദിക്കുന്നു, നിനക്ക് അറിയാവുന്ന പെൺകുട്ടിയാണോ ഇത്? അവൾ പറയുന്നു, നീ വിഷമിക്കേണ്ട, എന്റെ പേര് കമീല, ഇവന്റെ പേര് സിക്ക്. കമീലിയ ചോദിക്കുന്നു, ഞങ്ങളെ ഇതിനു മുമ്പ് നീ കണ്ടെത്തുണ്ടോ? ഹീറോയിൻ പാസ്റ്റിനെ വിചാരിച്ച് കണ്ണു നിറയുന്നു. കമീല ചോദിക്കുന്നു, നീ എന്തിനാണ് കരയുന്നത്? സിക്കിനോട് പറയുന്നു, നിന്റെ കരന്റെ മുഖം കണ്ടെത്താണ് അവൾ കരയുന്നത്. ഹീറോയിൻ വിചാരിക്കുന്നു, ഇന്ന് മുതൽ 6 വർഷത്തിന് ശേഷം ഇവരെ ഞാൻ നഷ്ടപ്പെടുത്തും. എന്നാൽ ഞാൻ ഇപ്രാവശ്യം തീരുമാനിച്ചിരിക്കുന്നു, എനിക്ക് പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞാൻ രക്ഷിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ.